ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാനെ മാറ്റി നിർത്തിയാൽ മലയാളത്തിൽ അതിവേഗം 100 കോടി കളക്ഷനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും. അത്രത്തോളം വൻ തരംഗമായിട്ടാണ് ഇന്ന് ഞായറാഴ്ച അടക്കം തിയേറ്ററുകളിലെ സിനിമ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നത്. ഒരു ഫാമിലി ഡ്രാമ എന്ന പേരിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലോ ഹൈപ്പ് ലാലേട്ടൻ സിനിമ തിയേറ്ററുകളിൽ വെറും 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 70 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 100 കോടിയെല്ലാം തന്നെ ഒരുപക്ഷെ സിനിമ വ്യാഴാഴ്ച റിലീസ് ആയിരുന്നെങ്കിൽ ഇന്ന് ഞായറാഴ്ച കളക്ഷനോടെ നേടിയെടുക്കേണ്ടതായിരുന്നു എന്നാണ് നിലവിലെ ട്രെൻഡ് നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. അത്രത്തോളം വലിയൊരു തരംഗത്തോടെയാണ് സിനിമ തിയേറ്ററുകളിൽ മുന്നേറുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസത്തെ സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ തിയേറ്ററുകളിലെ വലിയൊരു ജനപ്രളയമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഹൗസ്ഫുൾ ഷോസ്, സോൾഡ് ഔട്ട് ഷോസിന്റെ ഒരു പൂരമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 100 കോടി സിനിമ എപ്പോൾ നേടിയെടുക്കുമെന്ന് ചോദിച്ചാൽ നേരത്തെ ഒരു ഘട്ടത്തിൽ വരുന്ന ശനിയാഴ്ചക്കുള്ളിൽ നേടിയെടുക്കുമെന്നായിരുന്നു നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതെങ്കിൽ നിലവിലെ ആ ഒരു ട്രെൻഡ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ അടുത്ത 2-3 ദിവസങ്ങൾ കൊണ്ട്, അതായത് ബുധനാഴ്ചയോടെയെങ്കിലും സിനിമ 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ 50 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ട ലാലേട്ടൻ സിനിമയാണല്ലോ തുടരും. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ പിന്നിട്ട സിനിമ നമ്മുടെ കേരള ബോക്സ് ഓഫീസിലും 50 കോടി കളക്ഷൻ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തോടെ 20 കോടിയിലധികം കേരള ഗ്രോസ് ഉറപ്പാക്കിയ തുടരും എന്ന സിനിമയ്ക്ക് ഉറപ്പായിട്ടും 50 കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷനും നേടിയെടുക്കാനായിട്ട് കഴിയും. അത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നേടിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടന്റെ ഒരു പീക്ക് ടൈമിലെ ഒരു ബോക്സ് ഓഫീസ് പവർ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ, തുടരും കൂടുതൽ വാർത്തകൾക്ക്.